ഒരു രഹസ്യ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. നിലവിലുള്ള LDFിൻ്റെ 55 സിറ്റിംഗ് MLAമാർ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതായത് 41 MLAമാർ തോൽക്കുമെന്ന് രഹസ്യ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. നമുക്കറിയാം, പീരുമേട്ടിലെ വാഴൂർ സോമനും കൊയിലാണ്ടിയിലെ കാനത്തിൽ ജമീലയും മരണമടഞ്ഞ LDF MLAമാരാണ്. അവരെ ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇപ്പോൾ നിലവിൽ LDFന് 96 MLAമാരാണ് ഉള്ളത്. അതിലാണ് 41 പേരുടെ തോൽവി ഉറപ്പിക്കുന്ന രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 41 പേരോട് അതിശക്തമായ പ്രവർത്തനം മണ്ഡലത്തിൽ നടത്താനും വിജയിക്കുമെന്ന് ഉറപ്പുവരുത്താനും പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് അറിയുന്നത്. എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ഉള്ളതെങ്കിൽ ആളെ മാറ്റി പരീക്ഷിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് MLAമാരെല്ലാം നാട്ടിൽ പോയി പണി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരിടത്തു നിന്നും വരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകളും ആശ്വാസകരമല്ല. ഇടതുമുന്നണിയുടെ അവസ്ഥകൾ ഓരോ ദിവസം കഴിയുന്തോറും വഷളായി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നിർദ്ദേശം മുഖ്യമന്ത്രി MLAമാർക്ക് നൽകിയത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നെയാണെങ്കിലും അങ്ങനെ ഒരു രഹസ്യ റിപ്പോർട്ട് സമാഹരിച്ചെടുത്തത് അത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് എന്നാണ് അറിയുന്നത്. അതിനർത്ഥം അന്ന് 55 സീറ്റുകൾ LDF ജയിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമായും അറിഞ്ഞിരിക്കുന്നത് 41 പേർ തോൽക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ ഉറപ്പായും ജയിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഉറപ്പിച്ച പലതും കടപുഴകിയ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടതോടെ മുഖ്യമന്ത്രിക്കും ഈ രഹസ്യ റിപ്പോർട്ടിൽ ഇപ്പോൾ വലിയ ഭയം തോന്നിയിരിക്കുന്നു. 41 പേർ തോൽക്കുമെന്ന് പറയുന്നതിൽ മാറ്റം വന്നില്ലെങ്കിലും 55 പേർ ജയിക്കുമെന്നതിൽ മാറ്റം വരുമോ എന്ന ഭയത്തിലേക്ക് മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ചിന്തകൾ. ഒറ്റ പാരടി ഗാനം കൊണ്ട് LDF എന്ന മുന്നണിയുടെ നെഞ്ചകം തകർക്കാൻ ഈ സംസ്ഥാനത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തുവരുന്ന വാർത്തകൾ ആശ്വാസകരമല്ല എന്നുള്ള സത്യം മുഖ്യമന്ത്രിയെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട CPM നേതാക്കളായ A. പത്മകുമാറിനെയും N. വാസുവിനെയും തള്ളിപ്പറയാൻ പോലും കഴിയാത്ത പാർട്ടി ഓരോ ദിവസം കഴിയും തോറും വായ അടഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നൊരു യാഥാർത്ഥ്യവും മുഖ്യമന്ത്രിയെ അലട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പിണറായി വിജയൻ, അതിൽ സംശയമില്ല. ആ പിണറായി വിജയന് 55 സീറ്റുകൾ വിജയിക്കുമെന്ന ഒരു രഹസ്യ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ പണ്ടത്തെ കാലമാണെങ്കിൽ അത് 71 ആക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമായി അറിയാവുന്നത്. എന്നാൽ ഇന്ന് ഇതിനെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം തന്നെ ഭയന്നു തുടങ്ങിയിരിക്കുകയാണ്. അതാണ് മടിയിൽ ഖനമുള്ളവൻ്റെ വഴിയിലെ ഭയം.